ജീവിതത്തിൽ ജെല്ലി ഫിഷിനെ ഇത്ര ഭംഗിയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പെൻഗിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണേണ്ട കാഴ്ച തന്നെ കേട്ടാ. നോക്കിയേ ജെല്ലി ഫിഷ് സാധനം എന്നെ കിട് സാധനമെന്നറിയോ? പെൻഗിനെ കാണണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അന്റാർട്ടിക്കയ്ക്ക് പോകണം. ഇത് നമ്മുടെ യു കെയിലേ മനോഹരമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ യു കെയിലെ ഒരു അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ അരമണിക്കൂർ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, ഒട്ടും ബോറടിക്കില്ല. എൻ്റെ വോയിസ് ഓവർ ഇട്ടിട്ട് ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് കാണുക, പോയി കാണുക. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇടയിൽ ഇങ്ങനെ പറയാം. ഷാർക്കിനെ കണ്ടിട്ടുണ്ടോ? നോക്കിയാൽ അവൻ ശ്വാസം വലിക്കണേ എന്നെ മനോഹരമെന്നറിയോ? റെഡിക്കൊരു കടലാണ് അവരവിടെ സൃഷ്ടിച്ചു നോക്കണേ. ജീവജാലങ്ങളെ അടുത്തറിയാനുള്ള അസുലഭ നിമിഷം. ഹലോ, ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പം ലണ്ടൻ അക്വേറിയമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ബാക്കിൽ കാണാനാണ് ലണ്ടനായി, ആ ബാക്കിൽ ആക്കാണ് ബിഗ് ബൺ, ഈ കാണുന്നതാണ് നമ്മുടെ അക്വേറിയം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒറ്റ സ്പോട്ടിൽ തന്നെയാണ്, നിങ്ങൾക്ക് എളുപ്പം കാണാൻ പറ്റും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. ഫീസ് ഇത്തിരി കൂടുതലാണ്, പക്ഷെ എന്നാലും കാണാനുള്ളത് കേട്ടോ. ഇത് മറ്റുള്ള അട്രാക്ഷൻ്റെ ഒപ്പം എടുക്കുമ്പോൾ ഇത്തിരി കുറവുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് 23 പൗണ്ടൊക്കെ വെച്ച് വരും. ഒരു ഫാമിലി ഒരു 70-80 പൗണ്ടിൻ്റെ അടുത്ത് വരും. അകത്തേക്ക് കയറുന്ന ഭാഗമാണ്, അവിടേക്ക് നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. ഈ കയറുന്ന വഴിയൊക്കെ അവർ ചെയ്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായ രീതിയിലാണ്. കണ്ട, നടന്നു പോണ വഴിയുടെ അടിയിൽ ഷാർക്കാണ്, സ്രാവിനെ കാണാം. അതൊക്കെ കയറുമ്പോൾ തന്നെയുള്ള എന്താ പറയുക അനുഭവങ്ങളാണ്. വലിയ ഷാക്ക്, ബിഗ് ഷാക്ക്. അപ്പോയിൻമെൻറ്റ് ടൈം സ്ലോട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ എനി ടൈം എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അപ്പോൾ അതിന് ഇത്തിരി പൈസ കൂടുതലാണ്. ഇതേപോലെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ആദ്യം ഇറങ്ങണേ. അപ്പോൾ എടുത്തു പറയേണ്ട എന്താ പറയുക ഒത്തിരി വിശേഷങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പോകുന്നിടത്തൊക്കെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും നടക്കുന്ന വഴിയിലെ ഓരോ ക്രമീകരണങ്ങളും ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ടണലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോയി ഓരോ ഗുഹ പോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഓരോ ജീവജാലങ്ങളെ കാണിച്ചിരിക്കുകയാണ് ഈ തുടക്ക ഭാഗത്ത്. അപ്പോൾ നോക്കിയേ, ഓരോ ചില്ലുകൂട്, അതിൻ്റെ ഉള്ളിൽ ഓരോ പഴയകാല ഓർമ്മകൾ വർണ്ണിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുക. ഇതൊക്കെ ലോക്കൽ മീനെ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടേക്കൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ഒത്തിരി ജീവജാലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ടീമുണ്ട്, അവർ ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ ഒരു ബാർകോഡ് നമുക്ക് വരും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ഫോട്ടോ എടുക്കണേ. കഴിഞ്ഞിറങ്ങുമ്പോൾ അത് നല്ല മഞ്ഞുമലയിലൊക്കെ നിൽക്കുന്ന പോലെ അവർ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് തരും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഓരോ ഫ്രെയിമുകളിലും ആൽബം പോലെയും ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ആക്കി തരുന്നത്. അപ്പോൾ 30-40 പൗണ്ടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി, ആ ബാർകോഡ് കാണിച്ചാൽ മതി. പക്ഷെ അത് മോണിറ്ററിൽ അവർ കാണിച്ചു തരുന്നുണ്ട് ആ ഫോട്ടോ. അത് കിടുക കേട്ടോ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ മൊബൈൽ കൊണ്ടൊന്നും അത് പകർത്താൻ അവർ സമ്മതിക്കണില്ല.
ഈ അക്വേറിയം കാണുന്നതിന് മുമ്പ് 2 അക്വേറിയം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബഹ്റൈനിലാണ്, ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോർ തൊട്ട് 4ാമത്തെ 5ാമത്തെ നില വരെ അക്വേറിയം, ഇപ്പം നടന്ന് ചുറ്റി കാണാവുന്ന രീതിയിൽ. അതൊരു അത്യാവശ്യം നല്ല കിടു അനുഭവം തന്നെയായിരുന്നു. പിന്നെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചാവക്കാടുള്ള മറൈൻ വേൾഡോ അങ്ങനെ എന്താ കട കിടു സാധനം, അതിൻ്റെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് ഇതുവരെ വ്ളോഗ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 2 അനുഭവങ്ങളെ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഒരു അക്വേറിയം ഞാൻ കാണുന്നത്. അതിൽ വ്യത്യസ്തമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്, വ്യത്യസ്തമായ ഒത്തിരി ജീവജാലങ്ങളെ കാണാൻ പറ്റി, അതിൻ്റെ സന്തോഷമുണ്ട്. ഇത് റെഡിക്കൊരു കടൽ തന്നെ അവർ തീർത്തിരിക്കുകയാണ്, ഈ ഒരു സെൻറ്റർ പോയിൻ്റ് മുഴുവൻ. ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് നമ്മൾ നടന്നു വന്നതും ഇനി നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു വലിയൊരു ടാങ്കിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്കിതിലൂടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വലിയൊരു ഗ്ലാസ് ടണലാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മുടെ തലയ്ക്കും മേലും സൈഡിലൊക്കെ ആയിട്ട് ഈ എല്ലാ ജീവജാലങ്ങളെയും കാണാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും ഒരുവിധം എല്ലാ മീനും ഇതിനകത്തുണ്ട് കേട്ടോ. എടുത്തു പറയേണ്ടത് തന്നെയാണ്, വലിയൊരു തിമീങ്കലത്തിൻ്റെ വലിയൊരു അസ്ഥി കൂടെ അതിനകത്ത് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ടണൽ, ഗ്ലാസ് ടണൽ, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നടന്നു പോകണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കാണാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും നിരീക്ഷിക്കാനൊക്കെ പറ്റും. എന്നാലും ഇതിൻ്റെ മുകളിലെ ഫ്ലോറിലേക്കൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുക. അപ്പം ഓരോ ലെവലിലായിരിക്കും ഓരോ ജീവജാലങ്ങളെ കാണുക. ആ തിരണ്ടിയുടെ വാലൊക്കെ നോക്കിയേ, അതൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ്ടല്ലോ ഭയങ്കര കിടു അനുഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. കുറച്ചധികം ഞാൻ ഈ ഒരു സീൻ തന്നെ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വലിയൊരു ആമ തന്നെ അതിനകത്തുണ്ട്, പക്ഷേ ആമനെ ആ സൈഡിൽ പോകുന്നുണ്ട്, അവൻ ദേ കാണണം. പക്ഷെ എനിക്ക് ഒത്തിരി ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങളിത് കണ്ടു നോക്കിയേ, നേരിട്ട് കാണുന്ന അനുഭവം കിടുവാണ്. ഒരു പോരായ്മ പറയാനുള്ളത്, ഇത്തിരി വൃത്തിയിൽ അവർക്ക് സൂക്ഷിക്കാം, ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് അവർ ചെയ്യുന്നുണ്ടില്ല എന്നല്ല, പക്ഷെ പഴക്കത്തിൻ്റെ ആയിരിക്കാം. കോറി വരച്ചൊക്കെ കുറച്ചൊക്കെ അക്വേറിയത്തിൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് വിസിബിൾ അല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാ, ഇതിൻ്റെ ആ വലിയ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള ചാവക്കാടിലെ അത്ര വലിയ ടണലൊന്നും അല്ല കേട്ടോ, കുറച്ച് സെഗ്മെൻറ്റേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇത് നമുക്ക് എന്താ പറയുക, ഒരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് പോയി അറ്റം വരെ പോയിട്ട് അപ്പുറത്തേക്ക് കിടക്കാം, അപ്പോൾ ജീവജാലങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗുഹ പോലെയൊക്കെ നമുക്ക് എന്താ പറയുക, ഉള്ളിലേക്ക് നോക്കാനുള്ള ക്രമീകരണങ്ങളും ലെൻസൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സൂം ചെയ്ത് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ലൈറ്റ് എഫക്റ്റ് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ള ഈ ഒരു അസ്ഥികൂടം അത് എടുത്ത് പറയേണ്ട ഒരു, പോണ വഴിയിലൊക്കെ ഇതേപോലെ ഓരോ ഡിസൈനും ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ പ്രസൻറ്റേഷനാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ മ്യൂസിയത്തിൻ്റെ വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ഓരോ കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത് അത് ആ തനതായ എഫക്റ്റിലാണ്, അത് കാണികളെ പിടിച്ചിരുത്തിപ്പോവും. നമ്മളെല്ലാം അറിയാനുള്ള ആ ജിജ്ഞാസ ഉണർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ പുരോഗതി കൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്കിത് കണ്ടുപഠിക്കാൻ പറ്റാവുന്ന ഒത്തിരി നല്ല സവിശേഷതകൾ തന്നെയുണ്ട് ഇതിൽ നിന്ന്. Super, super.
ഇതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നേരത്തെ നടന്നു വന്നത് കേട്ടോ. അപ്പോൾ ഈ ഷാർക്കിനൊക്കെ നമ്മൾ നടക്കുമ്പോൾ താഴെ കണ്ടു, എൻട്രിയിൽ കണ്ടത്. അങ്ങനെ രസകരമാണ്. പിന്നെ ഇതിനെ ഓരോ സ്പെസിഫിക് ഏരിയ തിരിച്ച് അവർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ പവിഴപ്പുറ്റുകളുടെ വലിയൊരു ശേഖരത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ അന്റാർട്ടിക്ക പോലെയുള്ള ഏരിയയിൽ കാണുന്ന പെൻഗിൻ, ഐസിൽ ജീവിക്കുന്ന ജീവികൾ, അങ്ങനെ ഓരോന്നിൻ്റെ തരം തിരിച്ച് അവർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ അവർക്കും ആ അക്വേറിയം സൂക്ഷിക്കാനുള്ള എളുപ്പമുണ്ട്, കാരണം ആ ടെമ്പറേച്ചറിനനുസരിച്ച് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. എന്നാലും ആ ഒരു രാജ്യങ്ങൾക്കനുസരിച്ച് വെതറിനനുസരിച്ച് ഓരോ ജീവജാലങ്ങളെ സ്പെസിഫിക് ആയിട്ട് അവർ കാണിക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. ഏതൊരു ടി വിക്കാരൊക്കെ വന്ന ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നുണ്ട്. അവർ നല്ല ഷൂട്ടിംഗ് മോഡിലാണ്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി ഉപകരണങ്ങളൊക്കെ വെച്ച് അവരതിനെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഫ്രോഗ് ഫിഷ് കേട്ടോ, തവള പോലെ ഇരിക്കുന്ന മീൻ. കാണാൻ കിടു തന്നെയാണ് ആളുടെ രൂപത്തിൽ നമ്മൾ പേടിക്കെങ്കിലും അതൊരു കാണേണ്ട ജീവി തന്നെയാണ്. കടൽ കുതിര പിന്നെ നമ്മൾ നാട്ടിലും ചെറുതായിട്ട് 1-2 ഫിഷ് ടാങ്കിൽ കിടക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ ഇവിടെ വന്നപ്പോൾ കണ്ടു. അത് ഒത്തിരി തരത്തിലുള്ള ഇനങ്ങൾ, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഈ കാണുന്ന ഫിഷൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. പൈപ്പ് പോലെ ഇരിക്കണം, വിര പോലെ ഇരിക്കുന്നു, അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞാൻ പറഞ്ഞ ടാങ്കിൻ്റെ വൃത്തികേട് ഇവിടെയാട്ടാ. അതൊരു പക്ഷേ ആൾക്കാർ കുറീതാണോ വൃത്തിയാക്കാൻ പറ്റാത്തതാണോ എന്തോ, അത്ര ക്ലിയർ ആയിട്ട് നമുക്കത് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു നമുക്ക് എന്താ പറയുക, ഭയങ്കര ഇതായിരുന്നു. കാരണം റെഡിക്കാനും നിരീക്ഷിക്കാനും കാണാനൊക്കെ പറ്റി. ഇതൊക്കെ നോക്കിയേ, വേറെ പോലെ കിടക്കണേ സാധനങ്ങൾ, അതൊക്കെ ഓരോ വെള്ളത്തിലുള്ള ജീവികളാട്ടാ. വാളവര പോലെ ഉണ്ടല്ലേ. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാ ഉറുമ്പിനെ കാണണേ. അത് ഈ അക്വേറിയത്തിൽ വന്നപ്പോഴാണ് കണ്ടേ. ഉണ്ടാവുമായിരിക്കും, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ UK വന്നിട്ട് പാമ്പിനെ ജീവനോടെ കാണുന്നത് ഈ ഒരു അക്വേറിയത്തിൽ വന്നിട്ടാണ്. മറ്റേ ചത്തേനെ കണ്ടിട്ടുണ്ട്, മ്യൂസിയത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് കണ്ടത് ഈ പച്ചിലപ്പാമ്പിനെയാണ്. കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും അവർക്കുള്ള ഗെയിമുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ പദ്ധതികൾ അതിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഞങ്ങളൊരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ അക്വേറിയം കണ്ടു തീർത്തേട്ടോ. അത് നിങ്ങൾക്ക് സമയം എടുക്കണ പോലെ ആസ്വദിച്ച് കാണാം. അല്ല ഇപ്പോൾ ഒരു ദിവസമൊക്കെ ലണ്ടൻ കാണാൻ വന്നവരാണെങ്കിൽ ഇത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും ടിക്കറ്റ് അവൈലബിളാണ്. നിങ്ങൾക്ക് നേരിട്ട് ചെന്നാലും ടിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനകത്ത് കയറാം. ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഫ്ലോറൊക്കെ അവർ ചെയ്ത് നോക്കണം. ഓക്കെ, റെഡിക്ക് ലൈവായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒത്തിരി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3D എഫക്റ്റ് ഇല്ലേ കണ്ടോ, ആ നേരെ കാണുന്ന ആ ചെയറുകൾ മുഴുവൻ നമ്മൾ ഇരുന്ന് മറ്റേ 3D ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കസാര അനങ്ങുന്നുണ്ട്. അപ്പോൾ ആ റെഡിക്ക് കടലിൻ്റെ അടിയിലൊക്കെ പോയി റെഡിക്ക് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് ആ പ്രതീതി വരുന്നത്. അപ്പോൾ 6 പൗണ്ടാണ് അതിനകത്ത് ഒരാൾക്ക്. ഞങ്ങൾ കയറിയില്ല, അനുഭവം എന്താണെന്ന് മനസ്സിലായില്ല. അടുത്ത പ്രാവശ്യത്തേക്ക് വെച്ചു. പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ലൈവായിട്ട് ഓരോ ഫിഷിനെ തൊടാനുള്ള ഒരു അവസരമാണ്. അപ്പം ജെല്ലി ഫിഷ് എടുക്കുന്നുണ്ട് ഇവിടെ, പക്ഷെ അത് തൊടാൻ അവർ ക്ലോസ് ചെയ്തിരിക്കുക. അതുപോലെ സ്റ്റാർ ഫിഷ് എടുക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോന്ന് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അവസരം കിട്ടിയത് നമ്മുടെ ഷാർക്കിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു. ഇതിനെ തൊടാനും അതിനെപ്പറ്റി ആ ചേച്ചി വായി തോരാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിൽ വീഡിയോസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതൊക്കെ എടുത്ത് നോക്കാൻ ഷെല്ല് ലൈറ്റിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ജീവജാലങ്ങൾ ഭ്രൂണം വളരുന്നൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. ഞങ്ങളും കുറച്ചു നേരം അവിടെ നിന്ന് നോക്കി. ഈ ഒരു ഭാഗം എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. ഇതെനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ നിമിഷം ഇവിടെയായിരുന്നു. കാരണം പെൻഗിനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പോൾ റെഡിക്കൊരു മഞ്ഞ് മല അല്ലെങ്കിൽ ഒരു ഐസ് അങ്ങനെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. അപ്പം പെൻഗിനുകളൊക്കെ അതിനകത്ത് ഇങ്ങനെ വിശാലമായി നടക്കുന്നത് നമുക്ക് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. അങ്ങനെ UK വന്നിട്ട് പെൻഗിനും കാണാൻ പറ്റി, കങ്കാരുവിനെയും കാണാൻ പറ്റി കേട്ടോ. കങ്കാരു വന്ന് നമ്മളെ 10B പോയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആ സൂവിൻ്റെ ഒരു വീഡിയോ. കിടുമായിരുന്നു ഈ 2 അനുഭവങ്ങളും. എന്നെ രസമാണെന്ന് നോക്കിയാൽ ഒറ്റങ്ങളെ കാണാൻ. റെഡിക്ക് നമ്മളവിടെ TV ഡിസ്കവറിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇല്ലേ.
ഇതൊക്കെ എന്തോ ഒരു ഫോട്ടോ സെറ്റപ്പും അതുപോലെ ഇൻഫർമേഷനൊക്കെ അറിയുന്ന രീതിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന ഈ ചെറിയൊരു പാട്ട് ഒരു 3D എഫക്റ്റ് ആണോ വിർച്വലായിട്ട് ജീവികളെ കാണിച്ചിരിക്കുക. ആ ഒരു ടെക്നോളജി പരിചയപ്പെടുത്താണ് നമുക്ക്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കരടിയൊക്കെ നടക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. അത് നമ്മുടെ ബാക്കിലേക്ക് കരടി നീന്തി കുളിക്കുന്നതൊക്കെ ഇതൊക്കെ റെഡിക്കും പിക്ചർ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പം അക്വേറിയത്തിൻ്റെ വലിയൊരു രീതി തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒത്തിരി ഫോട്ടോസിന് പറ്റുന്ന നല്ല ഏരിയാസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് നിന്ന് നമുക്ക് പിക്ചറുകൾ എടുക്കാം. അപ്പോൾ ഇവിടെ ക്യാമറ അലൗഡാണ്, പക്ഷേ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യരുത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിന്ന് ഓരോ ആംഗിളിൽ നിന്നും ഓരോ ഏരിയയിലേക്ക് നോക്കുന്നതിന് പ്രത്യേക വ്യൂ തന്നെയാണ്. ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട ആ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ആ ഷാർക്ക് നടക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ ഓരോ ലെവലിലും അതിൻ്റെ സ്പെസിഫിക്കായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലോകം ഇതുപോലെ ഞാൻ കാണാത്ത വലിയൊരു മേഖല തന്നെയാണ് ജെല്ലി ഫിഷ്. ഓസ്ട്രേലിയ പോകുമ്പോൾ നമ്മൾ പേടിക്കുന്നൊരു കാര്യമാണ് ജെല്ലി ഫിഷിനെ. അപ്പോൾ അതിനൊന്ന് കൂടുതലായിട്ട് അറിയാൻ പറ്റി. നേരത്തെ തുടക്കത്തിൽ കണ്ട ആ ചെറിയ ചെറിയ ജെല്ലികളൊക്കെ വൻ അപകടകാരികളാണ്. അതെല്ലാം നമ്മളെ അപകടം ചെയ്യും. അപ്പം ഈ ജെല്ലികളുടെ പ്രത്യേകതകൾ കണ്ട എന്നെ ട്രാൻസ്പെറൻറ്റാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ട് ഇതിനെ കളർ ചേഞ്ചൊക്കെ കൊടുത്ത് ഭയങ്കര എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുക. ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും വാൾപേപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷം തന്നെയാണ് ഈ കാണുന്നത്. അങ്ങനെ ജലത്തിലെ ജീവികളെ വെച്ചിട്ടുള്ള ഒരു ഗെയിം സെഷനൊക്കെയാണ് പിള്ളേർക്ക്. ഈ മോണിറ്ററിൽ അവർക്കത് കളിക്കാൻ വലിയൊരു ബിഗ് സ്ക്രീനിൽ അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അവിടെ അവർക്ക് കാണാം. ഇപ്പോൾ ജെല്ലി ഫിഷിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. ഒത്തിരി വർണ്ണ വ്യതിയാനങ്ങൾ, അവരുടെ രൂപഭംഗികൾ, ഇതൊക്കെ നമുക്ക് എന്താ പറയുക വലിയൊരു അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെറുതെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ തന്നെ കാണത്തുള്ളൂ. ഓരോന്നിനും നമ്മൾ ഇരുന്ന് ഞങ്ങൾ തിരക്കടിച്ച് ഓടിപ്പോരുമായിരുന്നു. സമയമെടുത്ത് ഓരോന്നിനെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അത് ഭയങ്കര വെറുത്തായിരിക്കും. നിങ്ങളും സമയം കണ്ടെത്തി അതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ അതുപോലെ ഗിഫ്റ്റിൻ്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഈ കഴിഞ്ഞിറങ്ങുന്നത്. അവിടെ വിപുലമായ ഒരു കളക്ഷൻ തന്നെയുണ്ട്. എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഓർമ്മയ്ക്കായി നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രസൻറ്റേഷൻ മേടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നല്ല അവസരം തന്നെ ഇവിടെയുണ്ട്. സീ ലൈഫിൻ്റെ വലിയൊരു ഓർമ്മയ്ക്കുള്ള ഒത്തിരി സാധനങ്ങൾ അവരുടെ പേരിലും അവരുടെ ഡിസൈനിലും പ്രിൻ്റ് ചെയ്ത ഒത്തിരി സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ആ നേരെ കാണുന്ന മോണിറ്ററിലാണ് ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ. ആ ബാർകോഡ് കൊടുക്കുമ്പോൾ ഈ ചേച്ചിമാർ അത് അതിനകത്തേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ വീഡിയോ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തത് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മനോഹരമായ വ്യൂ, അത് അകലെ നിന്നും മുകളിൽ കയറിയുള്ളതും വിശാലമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാൻ വരെ. എല്ലാവർക്കും നമസ്കാരം.